ഹലോ, ദിസ് ഇസ് ജയ്. ഉയർ എന്ന റോഷൻ മാത്യുവിൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വെറൈറ്റി മീഡിയ എന്ന ചാനലിന് വേണ്ടി മസ്താനി അവതരിപ്പിച്ച ഇൻ്റർവ്യൂവിൽ നമ്മുടെ ബൈജു ചേട്ടൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് രംഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഓക്കെ, ബൈജേട്ടൻ ഇതിലും പോലീസായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇതിലും പോലീസ് അല്ല, ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനു മുന്നേ ചെയ്യുന്ന പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് പുതിയ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴേക്കും അവരുടെ ഒരു ക്യാരക്ടർ ഇതിൽ വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ശ്രദ്ധിക്കും? എന്തായാലും ഈ മുഖം വെച്ചല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും ഒരേ മുഖം തന്നെയാണല്ലോ. വേറെ വലിയ മുഖത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന അഭിനയത്തിൽ പിന്നെ നടക്കാത്ത കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് വേറെ എന്തെങ്കിലും മുടിയിലൊക്കെ എന്തെങ്കിലും സ്റ്റൈല് മാറ്റിയൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടക്കും. എന്താ ശരിക്കും ഉയർ എന്ന് പറയുന്ന ഒരു സിനിമ? ഉയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജീവൻ അല്ലേ? അപ്പൊ ജീവനുള്ള രണ്ടുപേരെ കാണാനില്ല. ആദ്യം രണ്ടുപേരെ ജീവൻ ഉണ്ടായിരുന്ന രണ്ടുപേരെ കാണുന്നില്ല. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് പിന്നെയും ജീവനുള്ള രണ്ടുപേര് വീണ്ടും മിസ്സിംഗ്. അങ്ങനെ അവരെ അന്വേഷിച്ച് ഈ ഉയരന്വേഷിച്ച് നടക്കുകയാണ് ഈ ജോയിയും മറ്റേ നമ്മുടെ അജീബ് അങ്ങനെ ഇടയ്ക്ക് വന്നു പോയി. ഈ സിനിമയുടെ സ്റ്റോറി ഇത്ര ഫണ്ണായിട്ട് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു പപ്പേട്ടനൊക്കെ ഈ സ്റ്റോറി പറയുമ്പോ ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ സ്റ്റോറി കേൾക്കണമെങ്കിൽ ഞാൻ വേറെ ലെവലായിന്. എങ്ങനെയുണ്ട് ബൈജു ചേട്ടനായിട്ട്? ഇപ്പൊ നമ്മളൊക്കെ ഇന്റർവ്യൂസിൽ കാണുന്ന ബൈജു ചേട്ടനാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തഗ്ഗു മറുപടി പറയുന്നത്. ആങ്കേഴ്സിന് പേടിയാണ് ആക്ച്വലി ബൈജു ചേട്ടന്റെ മുമ്പിൽ ഇരിക്കാൻ. നിങ്ങളെ അല്ലേ ബൈജു ചേട്ടന് പ്രൊഡ്യൂസ് ചെയ്യാൻ? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ? ബിസിനസ് തുടങ്ങി എന്തിനാണ്? അത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ. സിനിമയിലും ഇൻവെസ്റ്റ് ചെയ്തു. സിനിമ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേറെ ബിസിനസ് അതുകൊണ്ട് തുടങ്ങിയതാണ്. ഇലക്ട്രിക് സ്കൂട്ടർ JVK മോട്ടോഴ്സ് അതിന്റെ ട്രിവാൻഡ്രം ഡീലർഷിപ്പാണ് എടുത്തത്. ഒരു സ്കൂട്ടർ വിറ്റ് എത്ര രൂപ കിട്ടുമെന്നൊന്നും ചോദിക്കരുത്. ചോദിക്കരുത്. ഇത്തവണത്തേക്ക് ശ്രമിച്ചിരിക്കുന്നു. ഇനി ആവർത്തിക്കരുത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, പക്ഷേ ക്യാമറമാൻ കസേര ഒടിഞ്ഞ് താഴെ വീണു. അതാണ് പറഞ്ഞത്. എങ്ങനെ ഫിറ്റ്നസ് ഇപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? കാത്തൊന്നും സൂക്ഷിക്കുന്നില്ല. എന്ത് കാത്തില്ല, സന്തോഷമൊക്കെ ഇല്ല. ഇരിക്കുന്നുണ്ട്, വയറൊന്നുമില്ല. നമ്മളെ വയറുണ്ട്. വേറെ പക്ഷേ മറ്റേ പുള്ളപ്പൊക്കെ ചെയ്യും. അത് കൈക്ക് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും ചെയ്യും. വയറ് കുറയ്ക്കണം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ ആരോഗ്യം. പക്ഷെ എന്താന്ന് പറഞ്ഞില്ല, ഒരു ഏജൊക്കെ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തില്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റം, ചിലപ്പോൾ വയറ് ഫേസിന് മാറ്റമില്ല, ബോഡിക്ക് മാറ്റം വരും. 12 വയസ്സ് തൊട്ട് ഒരേ ഫേസ്. അതെങ്ങനെ അങ്ങനെ? 12 വയസ്സുള്ള ആള് ബീച്ച വെച്ചതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെന്താ ആ ഒരു സൗന്ദര്യത്തിന്റെ രഹസ്യം? കാരണം എന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ അമ്മയുടെ അടുത്തൊക്കെ പോയി ചോദിക്കേണ്ടി വരും. സൗന്ദര്യം അത്രയും സൗന്ദര്യമുണ്ട്. ഒരാള് ഒരു ഐ ലവ് യു എന്നോട് പറയാറുണ്ട്. ഒരാൾ പോലും പറയുന്നില്ല. അതിലൊക്കെ എനിക്ക് വിഷമമുണ്ട്. അതെന്ത് കാണുന്ന ആൾക്കാർ ഇതിന് ശേഷം അങ്ങനെയാണോ? പക്ഷെ ഇന്റർവ്യൂവിന് ശേഷം ഇനി ബൈജു ചേട്ടന്റെ ഇൻബോക്സ് മുഴുവൻ മെസ്സേജസ് ആയിരിക്കും അല്ലേ? നോക്കാം. ഈ എവിടെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻസും പരിപാടി? തലശ്ശേരിയായിരുന്നു. പിന്നെ കുറെ സ്ഥലത്തുണ്ട്. പാലക്കാട്, 1970 ബോംബെ. 1 ലിറ്റർ ആണോ? ആണോ? ആ ശരി. എന്താ ശരിക്കുന്നു? ഇല്ല, കുഴപ്പമില്ല. എന്റെ കൂടുതലും തലശ്ശേരിയായിരുന്നു ലൊക്കേഷൻ. കേട്ടല്ലേ?
ഞാൻ പറഞ്ഞ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. കേട്ടല്ലേ? എങ്ങനെയായിട്ട് ഒരാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. 1 1 ലിറ്റർ സാധനം മേടിക്കാൻ. 1 ലിറ്റർ എല്ലാരും കേട്ടത്. 1 ലിറ്ററിന് പിടി. 1 ലിറ്റർ കേട്ടു. ഇത് പെട്രോളെന്നോ ഡീസലെന്നോ പറയാമായിരുന്നു. പക്ഷെ അതിന് ഈ പറഞ്ഞ വിലയില്ലല്ലോ. ഇത്രയും വിലയില്ല. നിങ്ങൾ സംസാരിച്ചു. ഞാനും വിചാരിച്ചു കാശ് അയച്ചു കൊടുക്കട്ടെ. അവൻ വേറെ കുറവ് തോന്നുന്നില്ല. നാളെ അവധിയാ, അതറിയാവോ? ആ മുഹറം മതിയോ? നാളെ അവധിയാ. ഇങ്ങനെ ചിരിച്ചോണ്ടൂടെ ഇരുന്നോ. നാളെ അവിടെ കിടന്ന് അലയും കൊടുക്കാറ്. അത് വേറെ കൊടുക്കാറ്. എന്നാ 2 ആക്കിക്കോ. ഹലോ. പിന്നെ നമുക്കൊരു 6 മണിക്കൊക്കെ വരാൻ പറ്റുമോ? ഇവിടെ വന്നാൽ മതി കേട്ടോ. ശരി ശരി. ഒരു കഥ പറയാൻ വേണ്ടി ഒരാൾ വരുന്നു. ഇത് അതല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഹോം ഡെലിവറി ഉണ്ട്. പക്ഷെ എന്നാലും ഈ അടിച്ചിട്ട് എങ്ങനെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? പോക്കറ്റ് നമ്പറാണ്. ചോദിച്ചു പോവാ. അല്ല എന്നാലും അത് എല്ലാ ആവശ്യത്തിനും ചെയ്യുക. അമിതമായി ഒന്നും പാടില്ല. എല്ലാ ആവശ്യത്തിനായാലും എല്ലാം നല്ലതാണ്. എല്ലാം കുറേശ്ശെ ചെയ്തു നോക്ക്. ഇല്ല വേണ്ട. ചെയ്തു നോക്ക്. ദൈവം മനസ്സിലായി. എൻ്റെ പൊന്നു ബൈചേട്ടാ, നിങ്ങളൊരു രക്ഷയുമില്ല. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഉയർ എന്ന ഈ സിനിമയെ വളരെ രസകരമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പല അവസരങ്ങളിലും ബൈചേട്ടൻ്റെ തഗ് ഡയലോഗുകൾ നമ്മുടെ മസ്താനിയുടെ വരെ വാ അടപ്പിച്ച് കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ബൈചേട്ടാ, നിങ്ങൾ മാസാണ്. വെറും മാസല്ല, മരണമാസാണ്.